ഹായ് ഒരുവൺ. നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കണക്കിൽ പേടിയുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാര്യം ഒരുപാട് പേര് പരീക്ഷയോട് അടുക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ ചോദിക്കുന്ന മാത്സിനോട് ഇപ്പോഴും ഭയങ്കര പേടിയാണ്, എന്ത് ചെയ്യണം? ഞാനപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം, വളരെ വലിയൊരു സിഗ്നിഫിക്കൻസ് കൽപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും DI ആണെങ്കിലും മാത്തമാറ്റിക്കൽ റീസണിങ് ആണെങ്കിലും കുട്ടികളിലേക്കൊരു ഓവറായിട്ടുള്ള ആങ്സൈറ്റിയും പേടിയൊക്കെ കൊണ്ടുവരുന്നത്. ഫണ്ണി ആയിട്ടുള്ള ഒരു കോട്ട് കണ്ടപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടെന്നേ ഉള്ളൂ. 2 ട്രെയിനുകൾ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 60 and 80 അല്ലേ, സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് ടൈമിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോഴും കണക്ക് ചെയ്യാൻ പേടി തോന്നുമ്പോഴും എനിക്ക് നിങ്ങളോട് മാത്സിൽ പഠിപ്പിക്കുന്ന, കൂടുതലായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ DIയും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഒക്കെ ആണല്ലോ, പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ പറയുന്നു, JRFലേക്കോ അല്ലെങ്കിൽ നെറ്റിലേക്കോ എത്താൻ ഈ 2 യൂണിറ്റുകളിൽ 10 ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്താൽ പോലും സാധിക്കും. പക്ഷേ ഇതേ ലോജിക്കിൽ മറ്റു പല യൂണിറ്റുകളും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്യരുത്. ബാക്കി 19 യൂണിറ്റുകൾ പേപ്പർ 1ലെയും പേപ്പർ 2ലെയും നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നെറ്റിലേക്കും JRFലേക്കും എത്തുന്നതിന് കണക്ക് പേടി തടസ്സമാവില്ല. ഇത് മുൻകൂട്ടി പറഞ്ഞത് കണക്ക് പഠിക്കാതിരിക്കാനോ മാത്തമാറ്റിക്കൽ റീസണിങ്ങോ DIയോ ഒഴിവാക്കാനോ അല്ല. നമ്മുടെ എയിം JRF ടെസ്റ്റ് സീരീസ് ആണെങ്കിലും DI മാസ്റ്റർ ക്ലാസ് ആണെങ്കിലും ഒക്കെ ഇത് പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഉറപ്പായിട്ട് സഹായിക്കും. എന്നാൽ ഇനി നിങ്ങളുടെ മുന്നിൽ സമയമില്ല, ഈ മാത്സിനോടുള്ള പേടി, ആങ്സൈറ്റി നിങ്ങളെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ യൂണിറ്റുകളെ ചോദ്യം മൊത്തത്തിൽ ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് JRFലേക്കും നെറ്റിലേക്കും ഒക്കെ എത്താം. പക്ഷേ ഈ യൂണിറ്റുകൾ പഠിക്കുന്നത് നിങ്ങളെ ആ ജേർണിയിൽ നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് മാത്രം. അത് മാത്രമല്ല, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ തന്നെ പാർട്ടാണ് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് പോലത്തെ കാര്യങ്ങൾ. കോഡിങ്, ഡീകോഡിങ്, അത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നമ്പർ പോലും കണക്കിലെ ഒരു കോൺസെപ്റ്റിന്റെ ആവശ്യമില്ല, ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇതും ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഫ്രീ റിസോഴ്സുകളും പെയ്ഡ് ആയിട്ടുള്ള റിസോഴ്സും ഒക്കെ i+ന്റെ ഈ ചാനലിന്റെ പാർട്ടായിട്ടും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിന്റെ ഭാഗമായിട്ടും ഒക്കെ ലഭ്യമാണ്. അപ്പൊ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. പേടി മാറ്റി വെച്ചാൽ തന്നെ ഒരു ഏരിയയെ, ഒരു ടോപ്പിക്കിനെ നന്നായി അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനിയും നിങ്ങൾക്ക് പേടി തോന്നേണ്ട ഒരു കാര്യം, ഇതില്ലെങ്കിൽ ലോകം അവസാനിച്ചു എന്നുള്ളതല്ലേ. മാത്സ് പഠിപ്പിക്കുന്ന, DI പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടുള്ള ഞാൻ തന്നെ പറയുന്നു, ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് JRFലും നെറ്റിലും എത്താം. പക്ഷേ ഇത് പഠിക്കാനായിട്ട് പരീക്ഷയ്ക്ക് സമയമുള്ളപ്പോൾ, പരീക്ഷയ്ക്ക് വളരെ മുമ്പ്, ഇപ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ 1.5 മാസത്തോളം ഉണ്ട്, ഭംഗിയായിട്ട് പഠിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴും 10 എണ്ണവും ശരിയാക്കാൻ നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ള ഏരിയകൾ നോക്കുക. നമ്മുടെ DI ആണെങ്കിൽ ആകെ ഒരൊറ്റ ഇക്വേഷൻ മതി, A/B × 100. അത് ചെയ്താൽ പകുതി ചോദ്യങ്ങൾ ശരിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കി വെച്ച് നിങ്ങൾ 10ൽ 10 എന്നുള്ള എയിം വിട്ടിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്ന, ഇനിയുള്ള സമയത്ത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഏരിയകൾ നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ 10ൽ 0 അല്ല, എന്തായാലും ഒരു 5-6 ചോദ്യങ്ങൾ ശരിയാക്കാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് ഇനിയും എത്താം. അപ്പോൾ ഇനി മാത്സിനെ പേടിക്കണ്ട, ട്രെയിനിനെ പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോ. കുറച്ചൊന്ന് എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സും കുറച്ച് കണക്കുകൾ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ക്ഷമയും മാത്രം ഉണ്ടായാൽ മതി. ഇത്തവണത്തെ നെറ്റ് പരീക്ഷയിൽ തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.